ഉത്തേജിപ്പിക്കുന്ന പൂക്കളും പൂന്തോട്ട ക്രമീകരണങ്ങളിൽ വളരെ രൂപഭംഗി നൽകുന്ന ഈ ചെടി ലാൻഡ്സ്കേപ്പുകളിൽ ചാരുതയും അതുല്യതയും ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ കഴിയുന്ന നല്ല ഒരു ചെടിയാണ്. അക്കാന്തേസി കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയെ മൈസൂർ ക്ലോക്ക് വൈൻ, ഇന്ത്യൻ ക്ലോക്ക് വൈൻ, മൈസൂർ കാഹളം, ബ്രിക്ക് ആൻഡ് ബട്ടർ വൈൻ, ലേഡി സ്ലീപ്പർ വൈൻ, ഡോൾ ഷൂസ് എന്നൊക്കെ പല പേരിൽ പ്രാദേശികമായി അറിയുന്ന തുംബർജിയ മൈസോറെൻസിസിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള വളരെ മനോഹരമായ അലങ്കാരം നൽകുന്ന പുഷ്പിക്കുന്ന ഒരു സസ്യമാണ്. തുംബർജിയ മൈസോറെൻസിസ് ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചെടി പൂവിടുമ്പോൾ വളരെ മനോഹരവും ആനന്ദദായകവുമാണ്. കാൾ ലിനേയസിന്റെ ശിഷ്യനും സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞനുമായ കാൾ പീറ്റർ തൻബർഗിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ സസ്യജനസിന് ഈ പേര് നൽകിയിരിക്കുന്നത്. മൈസൂരിൽ നിന്നുള്ള സ്പീഷീസ് പദമാണ് തൻബർജിയ എന്ന പദത്തിന് ശേഷം മൈസോറെൻസിസ് എന്ന് വരാനുള്ള കാരണം. കർണാടകയിലെ കുടക് ജില്ലയിലെ പല വീടുകളിലും ഇത് ഒരു അലങ്കാര സസ്യമായി വളർത്തുന്നുണ്ട്. ഇന്ത്യയിലും ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലും ഇന്ന് ഇത് ഒരു അലങ്കാര സസ്യമായി മാറിയിട്ടുണ്ട്. എറിബിഡെ കുടുംബത്തിൽപ്പെടുന്ന അമ്പിളിത്തെയ്യം എന്ന നിശാശലഭത്തിന്റെ ലാർവകളുടെ ഭക്ഷണമാണിത്. ഇതിന്റെ പൂക്കളിലെ മധുരമുള്ള തേൻ ഹമ്മിങ് ബേർഡ് തുടങ്ങിയ പക്ഷികളെ ഇതിലേക്ക് ആകർഷിക്കുന്നു. ഈ ചെടി നിത്യഹരിതവനത്തിലും അർദ്ധ നിത്യഹരിതവനത്തിലും ഒരുപോലെ വളർന്നു കണ്ടുവരുന്നു. തണ്ടിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന നിരവധി പെൻഡുലസ് പൂക്കളാണ് ഇതിന്റെ സവിശേഷത. പൂക്കൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന സ്ലേറ്റുകളുള്ള ഒരു പെർഗോള തോക്കുകളാണ്. കമാനം അല്ലെങ്കിൽ വരാന്ത എന്നിവയ്ക്ക് മുകളിൽ പൂക്കൾ തൂങ്ങിയ രീതിയിൽ വളർത്താൻ കഴിയുന്ന മനോഹരമായ ഒരു ചെടിയാണിത്. തൂങ്ങി വളരാൻ കഴിയുന്ന പ്രതലത്തിൽ വളരുമ്പോഴാണ് ഈ ചെടിയുടെ യഥാർത്ഥ ഭംഗി ദൃശ്യമാകുന്നത്. മനോഹരമായ ചുവപ്പ് കലർന്ന മെറൂൺ മുട്ടുകളും മഞ്ഞ പൂക്കളും കാറ്റിലാടുന്നു. ഈ പൂക്കൾ വളരെ കാലം നീണ്ടു നിൽക്കുന്ന കാരണത്താൽ ഇതിന്റെ സൗന്ദര്യം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആസ്വദിക്കാൻ കഴിയുന്നു. ഇതിന്റെ കാളിക്സ് ഒരു കടും ചുവപ്പ് കലർന്ന മെറൂൺ ആണ്. ഇതിന് മനോഹരമായ പൂക്കളും മഞ്ഞ നിറത്തിലുള്ള ചുവന്ന നുറുങ്ങുകളും ഉണ്ട്. ഇവയുടെ ഇലകൾ ഏതാണ്ട് ഓർക്കിഡ് ഇലകൾ പോലെ തിളങ്ങുന്ന പച്ചയാണ്. ഈ ചെടിയുടെ തണ്ടുകൾ കട്ട് ചെയ്യാതെ വിടുകയാണെങ്കിൽ ഏകദേശം 6 മീറ്റർ വരെ വളരുന്നു. ഇതിന്റെ പൂക്കൾ സാധാരണയായി വസന്തകാലം മുതൽ ശരത്കാലം വരെയാണ് കാണപ്പെടുന്നത്. ഇതിന്റെ പൂക്കൾ തൂങ്ങിക്കിടക്കുന്ന ആകൃതി ഉള്ളതിനാൽ, അതായത് ദൃശ്യമാകാത്തതിനാൽ, ഇതിന്റെ തണ്ടുകൾ നിലത്ത് ഇഴയാൻ അനുവദിക്കരുത്. നിലത്തോ പോട്ടുകളിലോ നട്ടുപിടിപ്പിച്ച് ഇതിന്റെ തണ്ടുകൾക്ക് പടർന്നു കയറാൻ കഴിയുന്ന ഒരു ഘടന നൽകേണ്ടതാണ്. കട്ടിയുള്ള തണ്ടുകളുള്ളതും ലംബമായ ഘടനകളെ മറയ്ക്കാനും കഴിയുന്ന ഒരു വള്ളിച്ചെടിയാണിത്. കടും പച്ച നിറത്തിലുള്ള ഇതിന്റെ ഇലകൾ ഒന്നിലധികം ലഘുരേഖകളായാണ് കാണപ്പെടുന്നത്. ഈ ലഘുരേഖകൾക്ക് കുന്താകൃതിയും തിളങ്ങുന്ന രൂപവുമുണ്ട്. വർണ്ണാഭമായി കാസ്കേഡ് മുന്തിരിക്കുലകളോട് സാമ്യമുള്ള നീളത്തിൽ തൂങ്ങിക്കിടക്കുന്ന ക്ലസ്റ്ററുകളായി ഈ പൂക്കൾ കാണുന്നതിനാലാണ് ഈ ചെടിക്ക് ക്ലോക്ക് വൈൻ അല്ലെങ്കിൽ ഡോൾസ് ഷൂസ് എന്നിങ്ങനെയുള്ള പേര് വരാൻ കാരണം. ഈ ചെടി പൊതുവെ സൂര്യനെ ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിലും പൂർണ്ണ സൂര്യപ്രകാശത്തിലും ഭാഗിക തണലിലും നന്നായി വളരുന്നു. നല്ല നീർവാർച്ചയുള്ള മണ്ണ് ഈ ചെടിയുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതിന് വിവിധ തരം മണ്ണിനെ സഹിക്കാൻ കഴിയും. ഈ ചെടി വളർത്തുന്നതിനുള്ള അനുയോജ്യമായ pH നില 6 മുതൽ 7 വരെയാണ്. ഇത് നേരിയ അസിഡിറ്റി മുതൽ ന്യൂട്രൽ വരെയാണ്. പക്ഷേ നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. ഈ ചെടി താരതമ്യേന വരൾച്ചയോട് സഹിഷ്ണുതയുള്ളതാണെങ്കിലും വരണ്ട സമയങ്ങളിൽ പതിവായി നനയ്ക്കുന്നത് നല്ലതാണ്. നനയ്ക്കുമ്പോൾ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ചെടിയുടെ വളർച്ചയെ നിയന്ത്രിക്കാനും നിങ്ങളുടെ രൂപത്തിനനുസരിച്ചുള്ള വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ഇടയ്ക്കിടെ പ്രൂണിങ് നടത്തുന്നത് നല്ലതാണ്. ഈ വള്ളിച്ചെടിക്ക് പടർന്നു കയറാൻ നല്ലൊരു പിന്തുണാ ഘടന, അതായത് സപ്പോർട്ട് നൽകേണ്ടതാണ്. ആർബറുകൾ, ട്രെല്ലീസുകൾ, പെർഗോളകൾ, വേലികൾ എന്നിവയിലൊക്കെ ഇത് പടർത്തി വളർത്താം. ഈ ചെടിക്ക് നൽകേണ്ട വളപ്രയോഗത്തെപ്പറ്റി നോക്കാം. ഈ ചെടി നടുന്നതിന് മുന്നേ ഇതിന്റെ ഫലഭൂയിഷ്ഠതയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിന് നന്നായി അഴുകിയ കമ്പോസ്റ്റോ അഴുകിയ വസ്തുക്കളോ മണ്ണിൽ ചേർക്കുക. 14-ന്റെയോ 10-ന്റെയോ അനുപാതത്തിൽ സമതുലിതമായ NPK എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്ന വളം നൽകാം. പുതിയ വളർച്ച ആരംഭിക്കുമ്പോൾ, അതായത് വസന്തകാലത്ത് വളം പ്രയോഗിക്കുക. ആവശ്യമെങ്കിൽ വളരുന്ന സീസണിൽ വീണ്ടും ഒരു തവണ കൂടി വളപ്രയോഗം നടത്താം. ചെടി സജീവമായി വളരാത്തപ്പോൾ ശരത്കാലത്തിന്റെ അവസാനത്തോ ശൈത്യകാലത്തോ വളം നൽകാതിരിക്കുക. കഴിയുന്നതും സ്ലോ റിലീസ് ഗ്രാനുലാർ വളം നൽകുന്നത് പരിഗണിക്കുക. ഇത് ദീർഘകാലത്തേക്ക് പോഷകങ്ങൾ സ്ഥിരമായി വിതരണം നൽകുന്നു. ഇത് അമിതമായ വളപ്രയോഗത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുകയും പതിവായി പ്രയോഗിക്കേണ്ടതിന്റെ ആവശ്യകത കുറയ്ക്കുകയും ചെയ്യും.
ദ്രാവക അളവും തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. അത് ഡിസ്ക്രിപ്ഷനിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വളരുന്ന സീസണിൽ പ്രയോഗിക്കുക. ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങൾ അടങ്ങിയ വളം ഇടയ്ക്കിടെ നൽകുന്നത് നല്ലതാണ്. ഇലകളുടെ മഞ്ഞ നിറം പോലുള്ള പോഷകങ്ങളുടെ അഭാവത്തിന്റെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം ഇത് ചെയ്യുക. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവപദാർത്ഥങ്ങളോ നൽകാം. വളപ്രയോഗത്തിന് ശേഷം പോഷകങ്ങൾ റൂട്ട് സോണിൽ എത്താൻ സഹായിക്കുന്നതിന് വളം നൽകിയതിനു ശേഷം ചെടി നന്നായി നനയ്ക്കുക. ചെടികളുടെ വളർച്ചയും ആരോഗ്യവും പതിവായി നിരീക്ഷിക്കുക. പോഷകങ്ങൾ കുറവായതിന്റെയോ അമിതമായതിന്റെയോ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനനുസരിച്ച് വളപ്രയോഗം ക്രമീകരിക്കുക. തൻബർജിയ മൈസോറൻസിസിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും. കീടങ്ങൾ മുഞ്ഞ, ചിലന്തി, വെള്ളീച്ചകൾ, ഇലപ്പേനുകൾ. രോഗങ്ങൾ വിഷമഞ്ഞ്, ലീഫ് സ്പോട്ട്, വേരുചീയൽ, ബാക്ടീരിയൽ ബ്ലൈറ്റ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്തുകൾ മുളപ്പിച്ചും തണ്ട് വെട്ടിനട്ടും ലെയറിങ്ങിലൂടെയും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.